മക്കളെ, ഇന്ന് നമുക്ക് ബൈസിക്കിൾ തീവ്സ് എന്ന കഹാനിയിലെ മീനിങ് നോക്കാം. ഉദാസി എന്ന് പറഞ്ഞാൽ ദുഃഖം. ഉദാസി ദുഃഖം. ചായി വ്യാപിച്ചു. ഉദാസി എന്താണ്? ദുഃഖം. ദുഃഖട്ടോ. ചായി വ്യാപിച്ചു. നൗക്കരി പറഞ്ഞാൽ ജോലി. ജോലി. നൗക്കരി എന്താണ്? ജോലി. ജോലിയാണ് നൗക്കരി എന്ന് പറഞ്ഞാൽ ജോലി. ജുഡാന ഏകത്രിത് കർണ, അതായത് കൂട്ടിവെക്കുക എന്നുള്ള അർത്ഥം. കൂട്ടിവെക്കുക, സ്വരൂപിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. സ്വരൂപിക്കുക, കൂട്ടിവെക്കുക. പൈസ അങ്ങനെ കുറേശ്ശെ കൂട്ടിവെച്ചിട്ട് വലിയ പൈസയാക്കൂലേ, അതാണ് കൂട്ടിവെക്കുക, അല്ലെങ്കിൽ സ്വരൂപിക്കുക, സമ്പാദിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഗോജന അന്വേഷിക്കുക. ബദനാം അപകീർത്തി. ബദനാം അപകീർത്തി. ഹതാശ നിരാശ. നിരാശ തന്നെ കേട്ടോ. നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ നിരാശ അനുഭവപ്പെടില്ലേ, അതന്നെ നിരാശ. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശയോടെ, നിരാശ. ഉമ്മീദ് വിശ്വാസം. ഉമ്മീദ് പറഞ്ഞാൽ വിശ്വാസം. ഉമ്മീദ് വിശ്വാസം. ഉമ്മീദ് എന്താണ്? വിശ്വാസം. വിശ്വാസമാണ് ഉമ്മീദ്. അടുത്തത് ജേലേഹെ. ജേലെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, സഹിക്കുക എന്നുള്ള അർത്ഥം. സഹിക്കുക എന്നും അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ് ജേലെ എന്ന് പറഞ്ഞാൽ. ബിഗർത്തി മാനവത, ചിതറുന്ന മനുഷ്യത്വം. ബിഗർത്തി മാനവത, ചിതറുന്ന മനുഷ്യത്വം. ചുരാനേക്ക്, ചോരി കർണേക്ക്, മോഷ്ടിക്കാൻ. ചുരാന പറഞ്ഞാൽ മോഷ്ടിക്കുക. ചുരാനേക്ക് പറഞ്ഞാൽ മോഷ്ടിക്കാനുള്ള, മോഷ്ടിക്കാനുള്ള എന്നുള്ള അർത്ഥം. മോഷ്ടിക്കാൻ തോന്നിയത് എന്നുള്ള അർത്ഥം. നമുക്ക് ഈ കഥയിൽ സൈക്കിൾ മോഷ്ടിക്കാൻ വേണ്ടി തോന്നിയില്ലേ? എന്തായിരുന്നു കാരണം? മോഷ്ടിക്കാൻ തോന്നാനുണ്ടായ കാരണം എന്തായിരുന്നു? വിശപ്പ്. വിശപ്പ് കാരണം. ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൈക്കിൾ വേണം. അപ്പം ആരുടെയോ സൈക്കിൾ അവിടെ കണ്ടപ്പോൾ അത് മോഷ്ടിക്കാൻ തോന്നിയില്ലേ? അപ്പം എന്താണ്? ചുരാന പറഞ്ഞാൽ മോഷ്ടിക്കുക, കട്ടെടുക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം കേട്ടോ. നിങ്ങൾ നേരത്തെ എഴുതണേ, മോഷ്ടിക്കുക എന്നാണ് കേട്ടോ. ഹാലത്ത് പറഞ്ഞ അവസ്ഥ. ഹാലത്ത് എന്താണ്? അവസ്ഥ. ഹാലത്ത് അവസ്ഥ. അവസ്ഥ. അവസ്ഥയാണ് ഹാലത്ത്. വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയില്ലേ, ഹാലത്ത് എന്താണ്? അവസ്ഥ. ബീഡ് പറഞ്ഞ ആൾക്കൂട്ടം, ജനക്കൂട്ടം, തിരക്ക് എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ബീഡ് ആൾക്കൂട്ടം, ജനക്കൂട്ടം. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം. ഇതിഹാസം എന്താണ്? ചരിത്രം. ഇതിഹാസ് ചരിത്രം. ബാരൂദ് വെടിമരുന്ന്. ബാരൂദ് വെടിമരുന്ന്. ബാരൂദ് എന്താണ്? വെടിമരുന്ന്. ബഹലാന സന്തോഷിപ്പിക്കുക. ബഹലാന. ബഹലാന എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക. ബഹലാന സന്തോഷിപ്പിക്കുക. ജരിയെ എന്ന് പറഞ്ഞാൽ മുഖേന. മുഖേന. ജരിയെ എന്ന് പറഞ്ഞാൽ മുഖേന. എഹ്സാസ് തോന്നൽ. എഹ്സാസ് എന്താണ്? തോന്നൽ. എഹ്സാസ് തോന്നൽ. താക്കത്വർ ശക്തിമാനായ. താക്കത്വർ ശക്തിമാനായ. താക്കത്വർ ശക്തിമാനായ. ഫൂഹഡ്. ഫൂഹഡ് പറഞ്ഞാൽ സംസ്കാരമില്ലാത്ത. ഫൂഹഡ് സംസ്കാരമില്ലാത്ത. ബദത്മീസ് മര്യാദയില്ലാത്ത. ബദത്മീസ് മര്യാദയില്ലാത്ത. ബദത്മീസ് എന്ന് പറഞ്ഞാൽ മര്യാദയില്ലാത്ത. ബാന്ധന കെട്ടുക. ബാന്ധന കെട്ടുക, ബന്ധിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ബാന്ധന. ഹവാക്കെ ഹൽക്കെ ജോങ്കെ പേം. ഹവാക്കെ ഹൽക്കെ ജോങ്കെ മേം എന്ന് പറഞ്ഞാൽ നേരിയ കാറ്റിൽ. ഹൽക്ക എന്ന് പറഞ്ഞാൽ നേരിയ. ഹവ പറഞ്ഞാൽ കാറ്റ്. നേരിയ കാറ്റിൽ. കരാര. കരാര പറഞ്ഞ ദൃഢം, ദൃഢമായത്. കരാര. കരാര ദൃഢമായത്. ഓക്കെ, അപ്പം അത്രയാണ് ഇതിലുള്ള മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ മീനിങ്ങുകളും ഓരോ സെൻറ്റൻസും ശരിക്കും
ശരിക്ക് മലയാളത്തിൽ പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോഴാണ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുക. ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ.